നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. മെറ്റബോളിസം കുറഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമാക്കി മാറ്റുന്നതിനുള്ള ശരീരത്തിൻ്റെ പ്രക്രിയയാണ് മെറ്റബോളിസം അഥവാ ഉപാപചയം. ഉപാപചയ പ്രക്രിയയിൽ ഭക്ഷണത്തിൻ്റെയും പാനീയങ്ങളുടെയും കലോറികൾ ഓക്സിജനുമായി സംയോജിപ്പിച്ച് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജ്ജം പുറത്തുവിടുന്നു. പൊതുവെ ഒരാളുടെ മെറ്റബോളിസം നല്ലതാണെങ്കിൽ ഈ പ്രക്രിയയിൽ മെറ്റബോളിസം കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ശരീരത്തെ അധിക കൊഴുപ്പ് സംഭരിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യും. എന്നാൽ മെറ്റബോളിസം കുറഞ്ഞാൽ ശരീരത്തിന് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നു. മെറ്റബോളിസം ശരീരത്തിലെ ഒരൊറ്റ പ്രക്രിയയോ മെക്കാനിസമോ അല്ല. പകരം മെറ്റബോളിസം എന്നത് ശരീരം എല്ലായ്പ്പോഴും നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളുടെയും രാസപ്രവർത്തനങ്ങളുടെയും ഒരു പരമ്പര തന്നെയാണ്. ശരീരം ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന വേഗതയാണ് ഉപാപചയ നിരക്ക് അല്ലെങ്കിൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. മെറ്റബോളിക് പ്രോസസ്സ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ശരീരത്തിന് ഉപയോഗിക്കാനുള്ള ഊർജ്ജമാക്കി മാറ്റുന്നു. ഒരാളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് അഥവാ BMR എന്നത് ശരീരത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ ജീവൻ നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ കലോറികളുടെ എണ്ണമാണ്. നമ്മൾ വിശ്രമിക്കുമ്പോൾ പോലും ശ്വസനം, പോഷക സംസ്കരണം, കോശ ഉൽപാദനം, ബ്ലഡ് സർക്കുലേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ശരീരം കലോറി ബേൺ ചെയ്ത് കളയുന്നു. ഉയരം, ഭാരം, വയസ്സ്, ശരീരഘടന, ജനിതക ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങളാൽ BMR നിർണ്ണയിക്കപ്പെടുന്നുണ്ട്. മെറ്റബോളിസം കുറയുന്നതിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെറ്റബോളിസം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഏറ്റവും സാധാരണമായ ലക്ഷണം ശരീരത്തിൽ അധിക കൊഴുപ്പ് ശേഖരിക്കപ്പെടുകയും മൊത്തത്തിൽ ശരീരഭാരം വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഒരാളുടെ മെറ്റബോളിസത്തിൻ്റെ ആരോഗ്യവും കാര്യക്ഷമതയും ശാരീരിക ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. പ്രായത്തിനനുസരിച്ച് മെറ്റബോളിസം സ്വാഭാവികമായും മന്ദഗതിയിലുമാകുമ്പോൾ നിരവധി ഘടകങ്ങൾ മെറ്റബോളിസം കൂടുതൽ സാവധാനത്തിൽ പ്രവർത്തിക്കാൻ ഇടയാക്കും. എന്നാൽ ജീവിതശൈലി മാറ്റങ്ങൾ മെറ്റബോളിസത്തെ വേഗത്തിലാക്കാൻ സഹായിക്കുന്നു. മെറ്റബോളിസത്തിൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് ശരീരഭാരം വർദ്ധിക്കുന്നത്. ഒരാളുടെ ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരവും വ്യായാമത്തിൻ്റെ നിലവാരവും ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നിർണായക ഘടകങ്ങളാണ്. മന്ദഗതിയിലുള്ള മെറ്റബോളിസം ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. കുറഞ്ഞ മെറ്റബോളിസം കലോറി പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുന്നു. അതായത് ശരീരം കുറച്ചു മാത്രം കലോറി ബേൺ ചെയ്ത് കളയുന്നു. ശരീരത്തിൽ അധികമാകുന്ന കലോറി ശരീരത്തിൽ അധിക കൊഴുപ്പ് സംഭരിക്കുന്നതിന് കാരണമാകുന്നു. മെറ്റബോളിസം മന്ദഗതിയിലായാൽ മിക്കവർക്കും വിട്ടുമാറാത്ത ക്ഷീണമോ അലസതയോ അനുഭവപ്പെടാം. ഒരാളുടെ മെറ്റബോളിസം മന്ദഗതിയിലാണെങ്കിൽ ഭക്ഷണം വിഘടിപ്പിക്കുകയും കലോറി ഊർജ്ജ നിലകളാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രക്രിയ മന്ദഗതിയിലാകും. ഈ പ്രക്രിയ മന്ദഗതിയിലായാൽ അത് മൊത്തത്തിലുള്ള ഊർജ്ജ നില കുറയ്ക്കും. ഒരാളുടെ മെറ്റബോളിസം മന്ദഗതിയിലാണെങ്കിൽ ഉറക്കം, അലസത, അസ്വസ്ഥത എന്നിവ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ബാക്ടീരിയകളോ അണുക്കളോ നമ്മളെ ഒരു രോഗിയാക്കുന്നത് തടയാൻ ശരീരത്തിന് ആരോഗ്യകരമായ ഒരു പ്രതിരോധ സംവിധാനം ആവശ്യമാണ്. നല്ലൊരു രോഗപ്രതിരോധ ശേഷിക്ക് നല്ല മെറ്റബോളിസവും ആവശ്യമാണ്. മെറ്റബോളിസം മന്ദഗതിയിലായാൽ പെട്ടെന്ന് തന്നെ അസുഖം വരികയും ബലഹീനത അനുഭവപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ സന്ധി അല്ലെങ്കിൽ പേശികളുടെ കാഠിന്യം, വേദന, ബലഹീനത എന്നിവയും അനുഭവപ്പെടാം. മെറ്റബോളിസം മന്ദഗതിയിലായ ആളുകൾക്ക് വരണ്ടതും പ്രകോപിതവുമായ ചർമ്മം വിണ്ടുകീറാനുള്ള സാധ്യതയും ഉണ്ട്. ശരീരത്തിലെ മെറ്റബോളിക് പ്രോസസ്സിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ തന്നെയാണ് ചർമ്മത്തെയും നഖങ്ങളെയും ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നത്. മെറ്റബോളിസം കുറഞ്ഞാൽ വരണ്ട ചർമ്മം, ചൊറിച്ചിൽ, എണ്ണമയമുള്ള ചർമ്മം, പിഗ്മെന്റേഷൻ എന്നിവയിലേക്ക് നയിച്ചേക്കാം. അതേപോലെ മുടിയുടെ ശരിയായ വളർച്ചയ്ക്ക് പോഷകങ്ങൾ ആവശ്യമാണ്. മന്ദഗതിയിലുള്ള മെറ്റബോളിസം ശരീരത്തിലെ പോഷകങ്ങളുടെ ഉപഭോഗത്തെ ബാധിക്കുകയും മുടിക്ക് പണ്ടത്തെ പോലെ ശക്തവും ആരോഗ്യകരവുമായി വളരാൻ കഴിയാതെ വരികയും ചെയ്യും. ചിലരിൽ ഇത് മുടി കൊഴിച്ചിലിലേക്കും നയിച്ചേക്കാം. മെറ്റബോളിസം മന്ദഗതിയിലാകുന്നതുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ ലക്ഷണമാണ് മൂഡ് സ്വിങ്സ്. മന്ദഗതിയിലുള്ള മെറ്റബോളിസം ഉള്ളവർക്ക് മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ അനുഭവപ്പെട്ടേക്കാം, അല്ലെങ്കിൽ കൂടുതൽ വൈകാരികമായി പെരുമാറിയേക്കാം. ചില സന്ദർഭങ്ങളിൽ മെറ്റബോളിസം മന്ദഗതിയിലായ ആളുകൾക്ക് വിഷാദ ലക്ഷണങ്ങളോ ഉത്കണ്ഠയോ അനുഭവപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ തന്നെ മന്ദഗതിയിലുള്ള മെറ്റബോളിസത്തിൻ്റെ മറ്റൊരു പാർശ്വഫലം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറവിയാണ്.
മെറ്റബോളിസം ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഹ്രസ്വകാല ഓർമ്മക്കുറവ് അനുഭവപ്പെടാം. അതുപോലെ തന്നെ ജോലിയിലുള്ള ശ്രദ്ധക്കുറവ് ഒക്കെ അനുഭവപ്പെട്ടേക്കാം. മെറ്റബോളിസം കുറഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.